അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. നഗരസഭയിൽ കൗൺസിലർമാരുടെ കൂട്ടയാടി. അവൻ രാവിലെ തന്നെ തുടങ്ങി വെച്ചു കേട്ടാ. BJP LDF പ്രവർത്തകരാണ് ഏറ്റുമുട്ടിയത്. തമ്മിൽ ആദ്യം മുദ്രാവാക്യം വിളിയൊക്കെ ആയിരുന്നെങ്കിൽ പിന്നീട് കയ്യാങ്കളിയിലേക്കൊക്കെ നീങ്ങി. ഇതിനിടയിൽ മേയർ VV രാജേഷ് ഈ സമരക്കാർക്കിടയിലേക്ക് വീണു പോവുകയും അടിയിൽ നമ്മുടെ അപ്പൂപ്പൻ അമ്പ് കൊണ്ട് വീണു. മേയർ VV രാജേഷിന്റെ ഉടുപ്പിൽ പിടിച്ച് വലിക്കുന്നതുമൊക്കെ കാണാമായിരുന്നു. എന്താണോ ഇത്? ഞാനാ ഇവരെല്ലാവരും കൂടി എന്റെ എയർപോർട്ട് തകർത്തടാ. ഇനി എന്റെ പ്ലെയിൻ ടേക്ക് ഓഫ് ആവില്ല. എന്താടാ ഒരാള് കിടന്ന് ഉറങ്ങണേന് ഇങ്ങനെ നമ്മള് സമാധാനപരമായിട്ട് അവിടെ നിന്നതായിരുന്നു. BJP കൗൺസിലേഴ്സ് എല്ലാം കൂടി വന്ന് ഇടിച്ച് നമ്മളെ അങ്ങ് മറിച്ചിട്ടതാ. ഇതൊക്കെ എന്ത് ദ്രോഹാടോ. സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്? അല്ല ഞാൻ ചോദിക്കട്ടെ, മേയറെ കാണാൻ വരുന്നവർ രാവിലെ മുതൽ ഭീഷണിപ്പെടുത്തി വിടുക, മേയർ വന്നപ്പോ തന്നെ മുമ്പ് നിന്ന് കുറച്ചൊരു മുദ്രാവാക്യം വിളിക്കുക. നിന്റെ കൈ 500 ചക്കന്റെ നേരെ പൊങ്ങിന്ന് കേട്ടു. തൽക്കാലം വിട്ടിരിക്കുന്നു. ഇനി ആവർത്തിച്ചാൽ കൊത്തി നുറുക്കി കുഴിച്ചു മൂടി ഞാൻ. മേയർ ഗുണ്ടയുണ്ടല്ലോ, മുൻ മേയർ ആയിട്ടുള്ള ശ്രീകുമാർ അടക്കമുള്ള ആൾക്കാരുടെ പുറത്തൂടെ ചവിട്ടിയല്ലേ അയാൾ കയറിപ്പോയത്. എന്നാ പിന്നെ അനുഭവിച്ചോട്ടാ. മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ.